ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇതൊക്കെ. ഒരു നേന്ത്രപ്പഴം, ഒരു ആത്തച്ചക്ക, പിന്നെ ഒരു പപ്പായ, ഒരു പേരയ്ക്ക, ഒരു മാങ്ങ പഴുത്തത്, പിന്നെ ഒരു ചിക്കു. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ എല്ലാം ഉണ്ടായതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മാസമായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഇങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കുകയും വേണ്ട. അതേസമയം പട്ടിണി കിടക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെ കുറേയൊക്കെ പട്ടിണി കിടക്കേണ്ടി വരും. അതനുസരിച്ച് ഫുഡ് കഴിക്കേണ്ടി വരും, നോൺ വെജ് ഒഴിവാക്കേണ്ടി വരും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതാവുമ്പോൾ നമുക്ക് വേറെ വലിയ എക്സസൈസൊന്നും ചെയ്യണ്ട. വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഒരു നേരം നമ്മളങ്ങോട്ട് ഫ്രൂട്ട്സ് ആക്കുക. നമ്മൾ പട്ടിണി കിടക്കണമെന്നുള്ള തോന്നലൊന്നും നമുക്ക് അന്നേരം ഉണ്ടാവില്ല. ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ അത് പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇടിയപ്പം, ദോശ അതൊന്നും ഇനി തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉണ്ടാക്കണ്ട. പക്ഷേ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് മാറ്റി പിടിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. അത് ഇടയ്ക്കൊക്കെ അല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ, അത് പ്രശ്നമല്ല. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് എപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്താലും അവർക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? വിശപ്പില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ 11 മണിയാകുമ്പോൾ വീണ്ടും ഒരു ചായ കൊടുക്കും. അങ്ങനെ അപ്പോൾ അവർക്ക് കഴിക്കാൻ നേരമില്ല. ഈ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ടൈമില്ല. പിന്നെ വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ പറയും വൈകുന്നേരം ഫ്രൂട്ട്സ് കഴിച്ചാൽ വയറ് സുഖമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു 2 മാസമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഫ്രൂട്ട്സ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് 4 കിലോ കുറഞ്ഞ് കിട്ടി. അപ്പോൾ സ്ലോലി കുറച്ചാൽ മതി. ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ടൊന്നും കുറയില്ല കേട്ടോ. അപ്പോൾ 2 മാസം കൊണ്ടാണ് അങ്ങനെ 4 കിലോ വെയിറ്റ് എനിക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ ഒന്നില്ലെങ്കിൽ കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമായൊരു മാർഗ്ഗമാണ് കേട്ടോ. എക്സസൈസ് ചെയ്യുവാൻ മടിയുള്ളവർക്കും ഒക്കെ നല്ലതാണ്. അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നല്ലൊരു ദിവസം നേരുകയാണ്. എല്ലാവർക്കും ബൈ. താങ്ക് യു.